ഹായ്, ഡയറ്റീഷ്യൻ ഗ്രേഡ് 2 അനിമൽ സെൽ സെഷൻ 1ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനിമൽ സെൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റിയ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസംസ്. എല്ലാ ജീവനുള്ളവയുടെയും ശരീരം നിർമ്മിച്ചിരിക്കുന്നത് സെല്ല് കൊണ്ടാണ് എന്ന് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ സെല്ല് സിമിലർ സെൽസ് ഗ്രൂപ്പ് ചെയ്ത് ടിഷ്യൂസ് ആവും, ടിഷ്യൂസ് ഗ്രൂപ്പ് ചെയ്തിട്ട് ഓർഗൻസ് ആവും, ഓർഗൻസ് ഗ്രൂപ്പ് ചെയ്തിട്ട് ഓർഗൻ സിസ്റ്റം ആവും, ഓർഗൻ സിസ്റ്റം ചേർന്നാലാണ് ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആവുന്നത് അല്ലെ. നമ്മളൊക്കെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. നമ്മുടെ ഒരുപാട് സെൽസ് ഉണ്ട്, ഒരുപാട് സെൽസ് ചേർന്ന് ടിഷ്യൂസ് ആവും. ടിഷ്യൂസ് എന്ന് പറഞ്ഞാല് അനിമൽ സെൽസ് ആർ എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ. ദെൻ അത് കഴിയുമ്പോൾ ഈ ടിഷ്യൂസ് ഒക്കെ ചേർന്നുള്ള ഓർഗൻസ് ആവും. ഓർഗൻസ് ചേർന്ന് ഡൈജസ്റ്റീവ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, അങ്ങനെ സിസ്റ്റംസ് ആവും. അങ്ങനെ കുറെ സിസ്റ്റം ഉള്ള ഒന്നാണ് നമ്മളെ പോലത്തെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ എടുക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ പത്മശ്രീ രാധാകൃഷ്ണൻ. സെൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു, സെൽസ് ആർ ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് അല്ലെ. ദേ ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസം. ആരാണ് സെല്ല് കണ്ടുപിടിച്ചത്? 1665 സെല്ല് കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക് ആണ്. റോബർട്ട് ഹുക്ക് അദ്ദേഹം ഒരു കോർക്കിനെ മൈക്രോസ്കോപ്പിന്റെ അഡ്ഡറിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കാണാൻ പറ്റിയത് ചെറിയ ചെറിയ അറകൾ പോലുള്ള സംഭവങ്ങളാണ്. അപ്പൊ അറകൾ അല്ലെങ്കിൽ സ്മോൾ റൂം എന്നർത്ഥം വരുന്ന സെല്ലുലേ എന്ന വാക്കിൽ നിന്നാണ് അദ്ദേഹം സെൽ എന്ന പദം കണ്ടുപിടിച്ചത്. അപ്പൊ റോബർട്ട് ഹുക്ക് ഡിസ്കവേർഡ് സെൽ ഇൻ 1665. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് മൈക്രോഗ്രാഫിയ. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് മൈക്രോഗ്രാഫിയ. ഓക്കെ, ഈ മൈക്രോഗ്രാഫിയിൽ അദ്ദേഹം സെല്ലിനെ കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. അപ്പൊ സെല്ലിനെ കുറിച്ച് പറയുന്ന റോബർട്ട് ഹുക്കിന്റെ പുസ്തകം ഏതാന്ന് ചോദിച്ചാൽ മൈക്രോഗ്രാഫിയാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഡിസ്കവർ ചെയ്ത ആരാ? സെല്ല് കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്കാണ്. സെല്ല് കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്കാണ്. എന്നാ ജീവനുള്ള സെല്ല് കണ്ടുപിടിച്ചത് ആരാ? ലിവിങ് സെൽ. ലിവിങ് സെല്ല് കണ്ടുപിടിച്ചത് ആന്റൺ വോൺ ലീവൻഹുക്ക് ആണ്. ആന്റൺ വോൺ ലീവൻഹുക്ക് ആണ് ജീവനുള്ള സെല്ല് കണ്ടുപിടിച്ചത്. ഓക്കെ, ആന്റൺ വോൺ ലീവൻഹുക്ക് ആണ് ജീവനുള്ള സെല്ല് കണ്ടുപിടിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരും നമ്മുടെ റോബർട്ട് ഹുക്കിന്റെ പേരും ഒന്നും മറക്കരുത് കേട്ടോ. ആരുടെ പേരാ? റോബർട്ട് ഹുക്കിന്റെ പേരും അതുപോലെ തന്നെ ആന്റൺ വോൺ ലീവൻഹുക്കിന്റെ പേരും മറക്കരുത്. മൈക്രോഗ്രാഫിയ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര്. MYCROGRAPHIA. അപ്പൊ ടൈനി റൂം അല്ലെങ്കിൽ സ്മോൾ റൂം എന്ന അർത്ഥം വരുന്ന സെൽസ് എന്ന പേരിട്ടു. അത് കഴിഞ്ഞ് ഡെത്ത് സയന്റിസ്റ്റ് ആന്റൺ വോൺ ലീവൻഹുക്ക് ആണ് ലിവിങ് ഓർഗാനിസം അല്ലെങ്കിൽ ലിവിങ് സെല്ലിനെ കണ്ടുപിടിച്ചത്. ബാക്ടീരിയ ആയിരുന്നു അദ്ദേഹം കണ്ടുപിടിച്ചത്, ലിവിങ് സെൽ. അപ്പൊ രണ്ടുപേരുടെയും പേര് ഓർത്തോളാം. ഒരുപാട് ആൾക്കാരുടെ പേരുകൾ നമ്മൾ സെല്ല് പഠിക്കുമ്പോൾ പഠിക്കും. ഈ രണ്ടാൾക്കാരുടെ പേരും ഓർത്തോളാം. ഇനിയാണ് സെൽ തിയറി. സെൽ തിയറി പറയുമ്പോൾ സെൽസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. അതാണ് സെൽ തിയറിയുടെ ഒരു പോസ്റ്റുലേറ്റ്. അതാരാ കണ്ടുപിടിച്ചത്? തിയോഡാർ ഷ്വാൻ. ഷ്വാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷ്വാൻ സെൽസ്, അനിമൽ സെൽസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് നെർവസ് സെൽസിൽ മൈലിൻ ഷീറ്റിന്റെ അവിടെ നമ്മൾ പഠിച്ചു ഷ്വാൻ സെൽസ്. അപ്പൊ നമുക്ക് ആലോചിക്കാം, അനിമലുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഷ്വാൻ എന്ന പദം എന്ന് ഓർക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അപ്പൊ തിയോഡാർ ഷ്വാൻ പറഞ്ഞു അനിമൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്, അല്ലെങ്കിൽ അനിമൽസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് എന്ന് പറഞ്ഞു. ഷ്വാൻ പറഞ്ഞു എന്നാ പ്ലാന്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്, പ്ലാന്റ്സും സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ തിയോഡാർ ഷ്വാന്റെയും അതുപോലെ തന്നെ ഷ്ലീഡൻ, ഇവിടെ തെറ്റിട്ടുണ്ട്, ഷ്വാൻ അല്ല ഷ്ലീഡൻ ആണ് പറഞ്ഞത്. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ഒന്ന് കറക്റ്റ് ചെയ്തോളൂ കേട്ടോ. ഷ്വാൻ അല്ല ഷ്ലീഡൻ ആണ്. ഷ്വാൻ പറഞ്ഞു, തിയോഡാർ ഷ്വാൻ പറഞ്ഞു അനിമൽസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. ഷ്ലീഡൻ പറഞ്ഞു പ്ലാന്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്ത് നമ്മൾ പറയുന്നു അനിമൽസ്. അതാണ് സെൽ തിയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുലേറ്റ്സ്. അതായത് അനിമൽ എന്ന് പറയുന്നതും ലിവിങ് ഓർഗാനിസം ആണ്, പ്ലാന്റ് എന്ന് പറയുന്നതും ലിവിങ് ഓർഗാനിസം ആണ് അല്ലെ. അപ്പൊ അനിമൽസിനെയും പ്ലാന്റ്സിനെയും കൂടെ ചേർത്ത് പറയാം ലിവിങ് ഓർഗാനിസംസ്, അല്ലെങ്കിൽ ജീവനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ല് കൊണ്ടാണ്. അപ്പൊ ആരാ പറഞ്ഞേ? നമ്മുടെ തിയോഡാർ ഷ്വാൻ പറഞ്ഞു അനിമൽസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. ഷ്ലീഡൻ പറഞ്ഞു പ്ലാന്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. ഇവർ രണ്ടുപേരും കൂട്ടിച്ചേർത്ത് നമ്മൾ പറഞ്ഞു ലിവിങ് ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. അതിന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആയിട്ട് റുഡോൾഫ് വിർഷോ 1958 പറഞ്ഞു സെൽസ് അറൈസ് ഓൺലി ഫ്രം എ പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. സെൽസ് മുമ്പുണ്ടായിരുന്ന സെല്ലിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞത് റുഡോൾഫ് വിർഷോ ആണ്. അപ്പൊ ഇവര് മൂന്ന് പേരുമാണ് പ്രധാനപ്പെട്ട ആൾക്കാർ. നമ്മൾ നേരത്തെ പറഞ്ഞു റോബർട്ട് ഹുക്ക് ഡിസ്കവേർഡ് സെൽ, ആന്റൺ വോൺ ലീവൻഹുക്ക് ഡിസ്കവേർഡ് ലിവിങ് സെൽസ്,
Robert Hooke wrote Micrographia. Micrographia book is a book about cells. Then Theodor Schwann and M.J. Schleiden, Matthias J. Schleiden എന്നാണ് പേര്. Theodor Schwann states that animals are composed of cells. Matthias J. Schleiden stated that plants are composed of cells. The modified version is by Rudolf Virchow in 1858, asserts that cells arise only from a pre-existing cells. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സെൽ തിയറിയുടെ പോസ്റ്റ്ലേറ്റ്സ്. എന്തൊക്കെയാണ്? ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. രണ്ട്, സെൽസ് അറൈസ് ഓൺലി ഫ്രം എ പ്രീ എക്സിസ്റ്റിംഗ് സെൽ. ഇനി നമുക്കറിയാം പ്രോകാരിയോട്ടിക് സെല്ലും യൂകാരിയോട്ടിക് സെല്ലും. സെൽസിനെ പലതായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പ്രോകാരിയോട്ട് എന്നും യൂകാരിയോട്ടും. എന്താണ് ഈ പ്രോ കാരിയോട്ട്? പ്രോ എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ്, കാരിയോട്ട് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ്. പ്രിമിറ്റീവ് ന്യൂക്ലിയസ്, അതായത് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഒന്നും ഇല്ലാത്ത, നല്ല വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസംസിനെയാണ് നമ്മൾ പ്രോകാരിയോട്ട് എന്ന് പറയുന്നത്. പ്രോകാരിയോട്ട് എന്നും യു എന്ന് പറഞ്ഞാൽ ട്രൂ. അപ്പൊ ഈ പ്രോകാരിയോട്ടും യൂകാരിയോട്ട് എന്താന്ന് ചോദിച്ചാൽ പ്രോകാരിയോട്ട്, primitive karyote or primitive nucleus or well defined nucleus and cell organelles are absent in prokaryote. But in eukaryote, well defined nucleus and cell organelles are present. ഇതാണ് ഇവ രണ്ടാളും നമ്മൾ ആ പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇത് നമുക്കറിയാം പ്രോകാരിയോട്ടും യൂകാരിയോട്ടും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കുകയാണെങ്കിൽ വളരെ പോയിന്റ് ആയിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ യൂകാരിയോട്ടിന്റെ എഴുതിയിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. ഇപ്പൊ ക്യാപ്സ്യൂൾ, layer of carbohydrate that surrounds the cell wall of some bacteria and help them to attach to surface. പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ ബോഡിയിൽ ക്യാപ്സ്യൂൾ ഉണ്ടായിരിക്കും, അതായത് ലെയർ ഓഫ് കാർബോഹൈഡ്രേറ്റ് ദാറ്റ് സറൗണ്ട്സ് ദ സെൽ വാൾ. ചില ബാക്ടീരിയയുടെ സെൽ വാളിനെ സറൗണ്ട് ചെയ്ത് കാർബോഹൈഡ്രേറ്റ് കാണും. ഈ കാർബോഹൈഡ്രേറ്റിന്റെ ഒരു കവറിംഗ് ആണ് അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ ആണ് ഇതിനെ എവിടെയെങ്കിലും ഒക്കെ ഒട്ടിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുന്നത്. അടുത്താണ് സെൽ വാൾ. സെൽ വാൾ എന്ന് പറഞ്ഞാൽ പെപ്റ്റിഡോ ഗ്ലൈക്കാൻ കൊണ്ടാണ് സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ടു ഗീവ് ദ സെൽ സ്ട്രക്ചർ ആൻഡ് പ്രൊട്ടക്ഷൻ. സെൽ മെമ്പറൈൻ എല്ലാ ഓർഗാനിസംസിനും, അത് പ്രോകാരിയോട്ട് ആണെങ്കിലും യൂകാരിയോട്ട് ആണെങ്കിലും സെൽ മെമ്പറൈൻ ഉണ്ടായിരിക്കും. കൂടുതൽ വിശദമായിട്ട് പറയാത്തതിന്റെ കാരണം നമ്മൾ സെൽ മെമ്പറൈനെ കുറിച്ച് വിശാലമായിട്ട് പഠിക്കുന്നുണ്ട്. സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിനകത്ത് കാണുന്ന ജെല്ലി ലൈക്ക് ആയിട്ടുള്ള സാധനത്തിനെയാണ് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. റീജൻ എൻക്ലോസ്ഡ് ബൈ ദ സെൽ മെമ്പറൈൻ. സെൽ മെമ്പറൈന് അകത്ത് കാണുന്ന സാധനമാണ് സൈറ്റോപ്ലാസം. ന്യൂക്ലിയോയിഡ്, റീജൻ ദാറ്റ് കണ്ടെയ്ൻ DNA. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രോകാരിയോട്ട് എന്ന് പറയുന്ന സാധനത്തിനകത്ത് അല്ലെങ്കിൽ പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസംസിനകത്ത് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ല, മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഇല്ല. അങ്ങനെ വരുമ്പോ ജനറ്റിക് മെറ്റീരിയൽ ഒക്കെ ക്യാരി ചെയ്യുന്ന DNA എങ്ങനെയായിരിക്കും? DNA സ്കാറ്റേർഡ് ആയിട്ടല്ല കാണുന്നത്, DNA ഇങ്ങനെ കറബറോന്നായിട്ടല്ല കാണുന്നത്, പകരം ഏതെങ്കിലും ഒരു റീജിയനിൽ കൺഫൈൻഡ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ കൺഫൈൻഡ് ആയിട്ട് കാണുന്ന ആ റീജിയനെയാണ് നമ്മൾ ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോകാരിയോട്ടിക് സെല്ലില് DNA കാണുന്ന റീജിയനെയാണ്. DNA എല്ലായിടത്തും ആയിട്ട് ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ടല്ല, ഒരു പെർട്ടിക്കുലർ റീജിയനിലാണ്. ആ റീജിയനെയാണ് നമ്മൾ DNA എന്ന് പറയുന്നത്. പ്ലാസ്മിഡ്സ്, independently reproducing DNA. Then ribosomes perform protein synthesis. Protein synthesis നടത്തുന്ന റൈബോസോം. ഫ്ലജല്ല, തിൻ ആയിട്ടുള്ള ടെയിൽ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. പൈലെ, ഷോർട്ട് റോഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഇൻവോൾവ് ഇൻ ദ അറ്റാച്ച്മെന്റ് ടു സർഫസ് ആൻഡ് DNA ട്രാൻസ്ഫർ. ഫിംബ്രി, അതായത് ഫ്ലജല്ല, പൈലെ, ഫിംബ്രി ഒക്കെ ഇതിനകത്ത് പ്രോകാരിയോട്ടിൽ കാണാറുണ്ട്. ഫ്ലജല്ല എന്ന് പറഞ്ഞാൽ തിന്നായിട്ടുള്ള നാര് പോലത്തെ സാധനം, മൂവ്മെന്റിനെ സഹായിക്കുന്ന ലോക്കോമോട്ടറി സ്ട്രക്ചർ ആണ്. പൈലെ എന്ന് പറയുന്നത് റോ ഷേപ്ഡ് സ്ട്രക്ചർ ആണ്, ചെറുതാണ്. അത് അറ്റാച്ച്മെന്റ് ടു സർഫസസ് ആൻഡ് DNA ട്രാൻസ്ഫറിന് സഹായിക്കുന്നത്. അറ്റാച്ച്മെന്റ് സഹായിക്കുന്ന മറ്റൊരു ഹെയർ ലൈക്ക് സ്ട്രക്ചർ ആണ് ഫിംബ്രിയെ. വെസിക്കിൾസ് ഉണ്ട്, സാക്സ് റിലീസ്ഡ് ബൈ ദ മെംബ്രെയിൻ ദാറ്റ് പെർഫോം എ വെറൈറ്റി ഓഫ് ഫംഗ്ഷൻ. ദെൻ വാക്യൂൾസ്. വാക്യൂൾസ് സ്റ്റോറേജ് സാക്സ് ആണ് പ്രോകാരിയോട്ടിൽ കാണുന്നത്. ഇനിയാണ് നമ്മുടെ യൂകാരിയോട്ട്. യൂകാരിയോട്ട് എന്ന് പറഞ്ഞാൽ യു എന്ന വാക്കിന്റെ അർത്ഥം ട്രൂ എന്നാണ്. അപ്പൊ യൂകാരിയോട്ടിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂകാരിയോട്ടില് ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിനകത്ത് DNA ഉണ്ട്. DNA ആണ് അതിന്റെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്. DNA is the hereditary material. യു എന്ന് പറഞ്ഞാൽ ട്രൂ, കാരിയോട്ട് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ്. ട്രൂ ആയിട്ടുള്ള ന്യൂക്ലിയസും മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസും ഉള്ളവരെയാണ് നമ്മൾ യൂകാരിയോട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വെൽ ഡിഫൈൻഡ് ആണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്ത് ക്രൊമാറ്റിൻ റെറ്റിക്കുലം ഉണ്ട്. ഈ ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറയുന്നത് നാര് പോലെ ഇങ്ങനെ കിടക്കുന്നതാണ്. അപ്പൊ അത് സെൽ ഡിവിഷന്റെ സമയത്ത്, സെല്ല് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ തടിച്ചു ഉരുണ്ട് കണ്ടൻസ് ചെയ്ത്
ക്രോമസോംസ് ആയിട്ട് മാറും. ആ ക്രോമസോംസിനകത്താണ് DNA കാണുന്നത്. വെൽ ഡിഫൈൻഡ് ആണ് ന്യൂക്ലിയസ്. യൂക്കാരിയോട്ടിലെ വെൽ ഡിഫൈൻഡ് ആണ്. ന്യൂക്ലിയോലസ്, അതായത് ഒരു യൂക്കാരിയോട്ടിക് സെല്ലിന്റെ ന്യൂക്ലിയസിനകത്ത് കാണുന്ന രണ്ട് പ്രധാനപ്പെട്ട ന്യൂക്ലിയസിനകത്ത് കാണുന്ന ജെല്ലി ലൈക്കിനെയാണ് നമ്മൾ ന്യൂക്ലിയോപ്ലാസം എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയോപ്ലാസിനകത്ത് രണ്ട് കാര്യങ്ങൾ കാണാം. ഒന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞ ക്രൊമാറ്റിൻ റെറ്റിക്കുലം, സെൽ ഡിവിഷന്റെ സമയത്ത് കണ്ടൻസ് ചെയ്ത് തടിച്ചുരുണ്ട് ക്രോമസോമായി മാറുന്ന ക്രൊമാറ്റിൻ റെറ്റിക്കുലം. അതുപോലെ മറ്റൊന്നാണ് ന്യൂക്ലിയോലസ്, സെല്ലിന്റെ സ്ട്രെസ് റെസ്പോൺസിലും റൈബോസോം ബയോജെനിസിന്റെ സൈറ്റും ഒക്കെ ആയിട്ട് ആക്ട് ചെയ്യുന്ന ന്യൂക്ലിയോലസ്. ന്യൂക്ലിയസിനകത്ത് കാണുന്ന റൗണ്ടഡ് ആയിട്ടുള്ള ബോഡീസിനെയാണ് ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയസും ന്യൂക്ലിയോലസും ഒന്നും പ്രോകാരിയോട്ടിലെ വെൽ ഡിഫൈൻഡ് അല്ല. പ്ലാസ്മ മെംബ്രെയിൻ, രണ്ടിടത്തും ഉണ്ട് പ്ലാസ്മ മെംബ്രെയിൻ. ഏതൊരു സെല്ലാണെങ്കിലും കവറിംഗ് ആയിട്ട് കാണുന്ന ഒന്നിനെയാണ് നമ്മൾ പ്ലാസ്മ ലെമ്മ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ മെംബ്രെയിന്റെ പ്ലാസ്മ മെംബ്രെയിൻ. അതായത് ഒരു സെല്ലുണ്ടെങ്കിൽ ആ സെല്ലിനകത്ത് മുഴുവൻ കാണുന്ന ജെല്ലി ലൈക്ക് ആയിട്ടുള്ള സബ്സ്റ്റൻസിന്, അതായത് സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും കൂടെ ചേർന്നാണ് പ്രോട്ടോപ്ലാസം. അപ്പോ സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടോപ്ലാസം മൈനസ് ന്യൂക്ലിയസ് ഈസ് സൈറ്റോപ്ലാസം. അതായത് ന്യൂക്ലിയസിനെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള റീജനെയാണ്, ജെല്ലി ലൈക്ക് ആയിട്ടുള്ള സാധനത്തിനെയാണ് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതായത് പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസവും ഉണ്ട് ന്യൂക്ലിയസും ഉണ്ട്. അപ്പോ സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ പ്രോട്ടോപ്ലാസം മൈനസ് ന്യൂക്ലിയസ്. ഇനി സെൽ വാൾ എന്ന് പറയുന്നത് യൂക്കാരിയോട്ടിൽ കാണുമെന്ന് പറയുമ്പോൾ യൂക്കാരിയോട്ടില് പ്ലാന്റ്സും ഉണ്ടാവും അനിമൽസും ഉണ്ടാവും. അനിമൽസിൽ സെൽ വാൾ ഇല്ല, അല്ലെങ്കിൽ അനിമൽ സെല്ലില് സെൽ വാൾ ഈസ് ആബ്സെന്റ്. പ്ലാന്റ് സെല്ലിൽ മാത്രമേ സെൽ വാൾ കാണുന്നുള്ളൂ. അത് നിങ്ങൾ ഓർത്തു വെച്ചോളൂ. പക്ഷെ നമുക്ക് അനിമൽ സെല്ല് മാത്രമേ പഠിക്കാനുള്ളൂ. ഇനിയാണ് സെൽ ഓർഗനൽസ്. മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്നത് നമ്മൾ ഇനി വിശാലമായി പഠിക്കുന്നു, അല്ലെങ്കിൽ വിശദമായി പഠിക്കുന്നുണ്ട്. ഒരു സെല്ലിന് വേണ്ട എനർജി സ്റ്റോർ ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ഒക്കെ ആരാണ്? മൈറ്റോകോൺഡ്രിയാണ്. അതുകൊണ്ട് തന്നെ മൈറ്റോകോൺഡ്രിയ നമ്മൾ എന്ത് വിളിക്കും? പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് വിളിക്കും അല്ലെ. മൈറ്റോകോൺഡ്രിയ എനർജി എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഇൻ ദ ഫോം ഓഫ് ATP. അതായത് യൂണിവേഴ്സൽ എനർജി കറൻസി അല്ലെങ്കിൽ ബയോളജിക്കൽ എനർജി കറൻസി എന്നൊക്കെ അറിയപ്പെടുന്ന അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ATPയുടെ ഫോമിലാണ് നമ്മൾ മൈറ്റോകോൺഡ്രിയ എനർജി സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ മൈറ്റോകോൺഡ്രിയ ഈസ് നോൺ ആസ് എ പവർ ഹൗസ് ഓഫ് ദ സെൽ. ATP ഈസ് നോൺ ആസ് ദി യൂണിവേഴ്സൽ എനർജി കറൻസി. ഇനി ക്ലോറോപ്ലാസ്റ്റ് ആണ് സൺലൈറ്റിനെ ട്രാപ്പ് ചെയ്യുന്നത്. നമുക്കറിയാം സൺലൈറ്റിന്റെ പ്രസൻസിലാണ് ഫുഡ് പ്രിപ്പറേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. സൺലൈറ്റ് അബ്സോർബ് ചെയ്താൽ മാത്രമേ ഫോട്ടോസിന്തസിസ് നടക്കുകയുള്ളൂ. അങ്ങനെ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ പ്ലാന്റ് സെല്ലിൽ കാണുന്നതാണ് ക്ലോറോപ്ലാസ്റ്റ്. അനിമൽ സെല്ലിൽ ക്ലോറോപ്ലാസ്റ്റ് ഇല്ല. റൈബോസോംസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റൈബോസോംസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിസിന് സഹായിക്കുന്ന ആളാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കെൽറ്റൽ ഫ്രെയിംവർക്ക് ഓഫ് ദ സെൽ എന്ന് പറയാം. സ്കെൽറ്റൽ ഫ്രെയിംവർക്ക് ഓഫ് ദ സെൽ. ഓക്കെ. റൈബോസോംസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിസിന് സഹായിക്കും. അവിടെ ഒരു കോമയുണ്ട്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞാൽ സ്കെൽറ്റൽ ഫ്രെയിംവർക്ക് ആണ്. ഇനിയാണ് ഗോൾഗി അപ്പാരറ്റസ്. സോർട്ട് ചെയ്യാൻ, പാക്കേജ് ചെയ്യാൻ, അങ്ങനെ സാധനങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. വെസിക്കിൾസ് ആൻഡ് വാക്യൂൾസ്, മെംബ്രെയിൻ ബൗണ്ട് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സാക്സ്. അപ്പൊ ഇത്രയുമാണ് പ്രോകാരിയോട്ട് യൂക്കാരിയോട്ടിന്റെ ഫീച്ചേഴ്സ്. അപ്പൊ പ്രോകാരിയോട്ടിലും യൂക്കാരിയോട്ടിലും കോമൺ ആയിട്ട് കുറെ സാധനങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ന്യൂക്ലിയസോ അല്ലെങ്കിൽ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസോ ഒന്നും ആരിൽ കാണുന്നില്ല, ഒന്നും പ്രോകാരിയോട്സിൽ കാണുന്നില്ല. ഇനി പ്ലാന്റ് സെൽ വേഴ്സസ് അനിമൽ സെൽ. നമുക്ക് പഠിക്കാനുള്ളത് അനിമൽ സെല്ല് മാത്രമാണ്. അതിന് മുമ്പായിട്ട് പ്രോകാരിയോട്ടിക് യൂക്കാരിയോട്ടിക് ഡിഫറൻസ് ഞാൻ ഒന്നുകൂടെ പറയാം. പ്രോകാരിയോട്ടില് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ല. പക്ഷെ യൂക്കാരിയോട്ടിലോ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയോലസ്, ന്യൂക്ലിയോപ്ലാസം, സൈറ്റോപ്ലാസം ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ഈസ് നോൺ ആസ് ന്യൂക്ലിയോപ്ലാസം. അതൊക്കെയുള്ള വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് അല്ല, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സെല്ലാണ്, അല്ലെങ്കിൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ആണ് യൂക്കാരിയോട്ടെ കാണുന്നത്. ന്യൂക്ലിയർ മെംബ്രെയിനും കാണുന്നില്ല പ്രോകാരിയോട്ടിൽ. പക്ഷെ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയർ മെംബ്രെയിൻ ആർക്കുണ്ട്? യൂക്കാരിയോട്ടിനുണ്ട്. മൈറ്റോകോൺഡ്രിയ അല്ലെങ്കിൽ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്, മെംബ്രെയിൻ ഉള്ള ഓർഗനൽസ് ഉണ്ടല്ലോ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഓർഗനൽസ്, ഈ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് എല്ലാം ആബ്സെന്റ് ആണ് പ്രോകാരിയോട്സിൽ. പക്ഷെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് പ്രസന്റ് ആണ് യൂക്കാരിയോട്സിൽ. പിന്നുള്ളത് മൈക്രോട്യൂബ്യൂൾസ് ആബ്സെന്റ് ആണ് പ്രോകാരിയോട്ടിൽ, മൈക്രോട്യൂബ്യൂൾസ് പ്രസന്റ് ആണ് യൂക്കാരിയോട്ടിൽ. സ്പിൻഡിൽ ഫൈബേഴ്സ് ഒന്നും ഫോം ചെയ്യാതെയാണ് പ്രോകാരിയോട്ടിലെ സെൽ ഡിവിഷൻ നടക്കുന്നത്. അതേസമയം യൂക്കാരിയോട്ടിലെ സെൽ ഡിവിഷൻ നടക്കണമെങ്കിൽ സ്പിൻഡിൽ ഫൈബേഴ്സ് ഒക്കെ വേണം.
പ്രോകാരിയോട്ടിലെ DNA എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് അല്ലാത്തത് കൊണ്ട് തന്നെ അത് ഞാൻ പറഞ്ഞു ഒരു പ്രത്യേക സ്ഥലത്ത് ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്ന DNA കണ്ടുമുട്ടാൻ സാധ്യതയുള്ള പ്രോകാരിയോട്ടിലെ സ്ഥലമാണ് ന്യൂക്ലിയോയിഡ്. സർക്കുലർ DNA ആണ് കാണുന്നത്, പക്ഷെ യൂകാരിയോട്ടിൽ കാണുന്നത് ലീനിയർ ആയിട്ടുള്ള DNA ആണ്. അപ്പൊ ഇതാണ് പ്രോകാരിയോട്ട് യൂകാരിയോട്ട് തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസസ് നമുക്ക് പറയാവുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രോകാരിയോട്ട് ഈസ് പ്രിമിറ്റീവ് ആണ്, യൂകാരിയോട്ട് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ആണ്. ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സെല്ലിനെ പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ സെല്ല്, ടിഷ്യൂ അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങളുടെ സിലബസിലെ ഫസ്റ്റ് പാർട്ടിൽ സെല്ല്, ടിഷ്യൂ, ഓർഗൻ സിസ്റ്റം എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് ഒരു ക്ലാസിന്റെ ആവശ്യമില്ലാത്തത് നമ്മൾ സെല്ലിനകത്തുള്ള മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് പഠിക്കും. അനിമൽ ടിഷ്യൂസ് 4 തരത്തിൽ, എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ പഠിക്കും. പിന്നെ നമ്മൾ പഠിക്കുന്നത് ഓർഗൻ സിസ്റ്റംസ് ആണ്. അപ്പൊ ആദ്യത്തെ ഒരു ടോപ്പിക്കിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് അത് എടുക്കാത്തത്. സെൽ എടുക്കുന്നുണ്ട്, ടിഷ്യൂ എടുക്കുന്നുണ്ട്, അതിനുശേഷമുള്ള എല്ലാ ടോപ്പിക്കുകളും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് എടുത്തു കഴിയുമ്പോൾ നാച്ചുറലി നിങ്ങൾ ഫസ്റ്റ് ടോപ്പിക്ക് പഠിക്കും. കാരണം ഇതിലൊക്കെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താ പറഞ്ഞിരിക്കുന്നത്. പ്രോകാരിയോട്ട് യൂകാരിയോട്ട് എന്നുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോകാരിയോട്ടിക് ഓർഗാനിസം അല്ലെങ്കിൽ പ്രോകാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ആണ്. മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസോ ന്യൂക്ലിയസോ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസോ ഒന്നും ഇല്ലാത്തവരാണ് പ്രോകാരിയോട്ട്. അതേസമയം യൂകാരിയോട്ടില് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്, മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഉണ്ട്, അതുപോലെ നല്ല വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള DNA ഉണ്ട്, ലീനിയർ DNA ഉണ്ട്. എല്ലാ കാര്യങ്ങളും വ്യക്തമായി കാണുന്ന ഒന്നാണ് യൂകാരിയോട്ട്. ഇനി ഒന്നാണ് പ്ലാൻ സെൽ വേഴ്സസ് അനിമൽ സെൽ. പ്ലാന്റ് സെൽ വേഴ്സസ് അനിമൽ സെല്ലിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം, കാരണം നമുക്ക് പഠിക്കാനുള്ളത് അനിമൽ സെല്ല് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അനിമൽ സെല്ലായിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നത്. പക്ഷേ പ്ലാന്റ് സെല്ലും അനിമൽ സെല്ലും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് അല്ലെ? എന്താണ് ഡിഫറൻസ്? പ്ലാന്റ് സെല്ലാണെങ്കിലും അനിമൽ സെല്ലാണെങ്കിലും കവേർഡ് ബൈ എ പ്ലാസ്മ മെംബ്രെയിൻ ഓർ പ്ലാസ്മ ലെമ്മ. അനിമൽ സെല്ലാണെങ്കിലും പ്ലാന്റ് സെല്ലാണെങ്കിലും രണ്ടിനെയും കവർ ചെയ്ത് എന്താ കാണുന്നത്? രണ്ടിനെയും കവർ ചെയ്ത് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. പക്ഷേ സെൽ വാൾ ഈസ് പ്രസന്റ് ഓൺലി ഇൻ പ്ലാന്റ് സെൽ. ഈ പ്ലാസ്മ മെംബ്രെയിൻ or സെൽ മെംബ്രെയിൻ ഈസ് കവേർഡ് ബൈ അഡീഷണൽ ഒരു കവറിംഗ് ഉണ്ട് ഇൻ പ്ലാന്റ് സെൽസ്. അതിനെയാണ് നമ്മൾ സെൽ വാൾ എന്ന് പറയുന്നത്. സെൽ വാൾ ആരിൽ മാത്രമേ കാണുന്നുള്ളൂ? സെൽ വാള് പ്ലാന്റ് സെല്ലിൽ മാത്രമേ കാണുന്നുള്ളൂ. പ്ലാന്റ് സെല്ലിൽ മാത്രമേ ഉള്ളൂ കേട്ടോ സെൽ വാൾ. അതുപോലെ ക്ലോറോപ്ലാസ്റ്റ്, ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളത് ആർക്ക് മാത്രമാണ്? ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളത് പ്ലാന്റ്സിന് മാത്രമാണ്. പ്ലാന്റ്സ് alone have the capacity to prepare its own food. അതുകൊണ്ട് പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ സൺലൈറ്റിനെ ട്രാപ്പ് ചെയ്യണം. സൺലൈറ്റിനെ ട്രാപ്പ് ചെയ്യണമെങ്കിൽ ആര് വേണം? ക്ലോറോപ്ലാസ്റ്റ് വേണം. അപ്പൊ ക്ലോറോപ്ലാസ്റ്റ് ഉള്ളത് എവിടെ മാത്രമാണ്? പ്ലാന്റ് സെല്ലിലാണ്, അനിമൽ സെല്ലില്ല. അതുപോലെ തന്നെ പ്ലാന്റ് സെല്ലില്, അനിമൽ സെല്ലില് സെൻട്രിയോൾ ഉണ്ട്, ലൈസോസോം ഉണ്ട്, സെൻട്രോസോം ഉണ്ട്. ഈ സെൻട്രിയോളൊക്കെ സെൽ ഡിവിഷൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ലൈസോസോം എന്ന് പറഞ്ഞാൽ സൂയിസൈഡൽ ബാഗ്സ് ആണ്. അതൊക്കെ അനിമൽ സെല്ലിലേ കാണുന്നുള്ളൂ. അപ്പൊ അനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, പ്ലാന്റ് സെല്ലില് സെൽ വാൾ ഉണ്ട്, അനിമൽ സെല്ലില് സെൽ വാൾ ഇല്ല. രണ്ടാമത്തെ വ്യത്യാസം പ്ലാസ്റ്റിഡ്സ് അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ്. വിവിധ തരം പ്ലാസ്റ്റിഡ്സ് ഉണ്ട്, നമുക്ക് പഠിക്കണ്ട പ്ലാന്റ് സെല്ല്, അതുകൊണ്ട് ഞാൻ പറയണില്ല. പ്ലാസ്റ്റിഡ്സിൽ ഒന്നാണ് ക്ലോറോപ്ലാസ്റ്റ്. ഗ്രീൻ കളേർഡ് പ്ലാസ്റ്റിഡ് ആണ് ക്ലോറോപ്ലാസ്റ്റ്. അപ്പൊ ഗ്രീൻ കളേർഡ് പ്ലാസ്റ്റിഡ് ആയ അല്ലെങ്കിൽ പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത് ക്രോമോപ്ലാസ്റ്റ്, ലൂക്കോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ്. അതില് ഇവരൊക്കെ ആരിലുണ്ട്? പ്ലാന്റ് സെല്ലിലുണ്ട്, അനിമൽ സെല്ലിൽ ഇല്ല. അടുത്ത വ്യത്യാസം എന്ന് പറഞ്ഞാൽ സെൻട്രിയോൾസ് ആബ്സെന്റ് ആണ് പ്ലാന്റ് സെല്ലില്, സെൻട്രിയോൾസ് പ്രസന്റ് ആണ് അനിമൽ സെല്ലില്. ലൈസോസോം ഇല്ലാന്ന് തന്നെ പറയാം, വളരെ റെയർ ആയിട്ടേ പ്ലാന്റ് സെല്ലിൽ കാണാറുള്ളൂ, പക്ഷെ അനിമൽ സെല്ലില് ധാരാളം കാണാറുണ്ട്. അതുപോലെ റിസർവ് ഫുഡ് മെറ്റീരിയൽ, പ്ലാന്റ് സെല്ലിലെ റിസർവ് ഫുഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്റ്റാർച്ചിന്റെ ഫോമിലാണെങ്കിൽ അനിമൽ സെല്ലിലെ റിസർവ് ഫുഡ് മെറ്റീരിയൽ ഗ്ലൈക്കോജന്റെ ഫോമിലാണ്. എന്താന്ന് പറഞ്ഞുതരാം. ഫോട്ടോസിന്തസിസ് നടത്താൻ കപ്പാസിറ്റി ആർക്കാ ഉള്ളത്? പ്ലാന്റ് സെൽസിനാ ഉള്ളത്. ആ പ്ലാന്റ് സെൽസ് ഫോട്ടോസിന്തസിസ് നടത്തി എന്താ ഉണ്ടാക്കുന്നത്? ഗ്ലൂക്കോസ്. ആ ഗ്ലൂക്കോസ് പ്ലാന്റ്സ് സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാർച്ച് ആയിട്ടാണ്. അതായത് ഗ്ലൂക്കോസ് ഈസ് സോലുബിൾ ഇൻ വാട്ടർ. ഗ്ലൂക്കോസ് സോലുബിൾ ആണ്. അപ്പൊ പ്ലാന്റ്സിന്റെ സെൽസാൽപ്പില് അത് സോലുബിൾ ആവുന്നതുകൊണ്ട് ഗ്ലൂക്കോസിനെ ഇൻസോലുബിൾ ആയിട്ടുള്ള സ്റ്റാർച്ചിന്റെ ഫോമിലാക്കിയിട്ടാണ് പ്ലാന്റ്സ് സ്റ്റോർ ചെയ്യുന്നത്. പക്ഷെ അനിമൽ സെല്ലിൽ എങ്ങനെയാണ്? ഗ്ലൂക്കോസ് ഈസ് സ്റ്റോർഡ്, എക്സസ് ഗ്ലൂക്കോസ് ഈസ് സ്റ്റോർഡ് ആസ് ഗ്ലൈക്കോജൻ. അപ്പൊ ഇതാണ് ഇവ രണ്ടാളും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ്. അപ്പൊ സെല്ല് എന്താണ്? സെല്ല് ആരാ കണ്ടുപിടിച്ചത്? സെല്ല് കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക് ആണ്. അതുപോലെ തന്നെ മൈക്രോഗ്രാഫി എന്നുള്ള പുസ്തകം എഴുതി ലിവിങ് സെല്ല് കണ്ടുപിടിച്ച ആന്റൺ വൺ ലിവൻ ഹുക്ക് ആണ്. തിയോഡർ ഷ്വാൻ ആണ് പറഞ്ഞത് അനിമൽസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്, പ്ലാന്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് എന്ന് പറഞ്ഞത്
മാൽത്തിയാസ് ജെ ഷ്ലീഡൻ ആണ്. റുഡോൾഫ് വിർഷോ പറഞ്ഞു സെൽസ് എറൈസ് ഓൺലി ഫ്രം എ പ്രീ എക്സിസ്റ്റിംഗ് സെൽ. അതുപോലെ പ്രോകാരിയോട്ടിക് സെല്ലും യൂകാരിയോട്ടിക് സെല്ലും തമ്മിലുള്ള ഡിഫറൻസസ് പറഞ്ഞു. അനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു. സെൽ സ്ട്രക്ചറിനകത്ത് ഒരു വലിയ കൂട്ടുകുടുംബമാണെന്ന് വിചാരിക്കുക. ആ കൂട്ടുകുടുംബത്തിലെ അംഗങ്ങളെ പോലെ ഇതിനകത്ത് കുറെ ആൾക്കാരുണ്ട്. ആരൊക്കെയാ ഉള്ളത്? സെൽ മെംബ്രെയിൻ ഉണ്ട്, സെൽ വോൾ ഉണ്ട്, പ്ലാന്റ് സെല്ലിൽ മാത്രം, സൈറ്റോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, സെൽ ഓർഗനൽസ് ഉണ്ട്. ആനിമൽ സെല്ലിനെ കുറച്ച് സ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ സെല്ലിന്റെ വളരെ ബേസിക് ആണ്, വളരെ 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 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. ഇത് തുടങ്ങി നമുക്ക് അടുത്ത ഓരോ പാർട്ടായിട്ട് പ്രോട്ടോപ്ലാസം എന്താണ്, ഓരോ സെൽ ഓർഗനൽസ് എന്താണ്, സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാത്തിനെ കുറിച്ചും വിശദമായിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. അതിനുവേണ്ടി നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. താങ്ക് യു.